നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. തിരഞ്ഞെടുപ്പിന് മതം വേണ്ട. തിരഞ്ഞെടുപ്പ് വേദികളിൽ ജാതി മത പ്രചരണങ്ങൾ നിരോധിച്ച് സുപ്രീം കോടതി. ജാതിയും മതവും ഉപയോഗിച്ചുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണം കുറ്റകരമാകും. രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരിച്ചടിയായേക്കാവുന്ന നിർണായക ഉത്തരവ് സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റേത്. തിരഞ്ഞെടുപ്പും ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങളും മതേതരത്തിൽ അധിഷ്ഠിതമാകണം. നേട്ടങ്ങൾക്കായി മതത്തെ ഉപയോഗപ്പെടുത്തുന്ന തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം അഴിമതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്താനും നിർദ്ദേശം. ഹിന്ദുത്വ കേസിലെ 7-അംഗ ബെഞ്ച് വിധിയിൽ വിയോജിപ്പ് അറിയിച്ച 3 ജഡ്ജിമാർ. കരുനീക്കങ്ങളിൽ തമിഴകം. AIDMK ജനറൽ സെക്രട്ടറി ശശികല തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് തമ്പി ദുരൈ. വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനപിന്തുണ നേടിയെടുക്കാൻ NGRനെയും ജയലളിതയും പോലെ ഊർജിതമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും തമ്പി ദുരൈയുടെ പത്രക്കുറിപ്പ്. നിലപാട് പാർട്ടി ജനറൽ സെക്രട്ടറിയായി തൊഴി ശശികല കഴിഞ്ഞ ദിവസം സ്ഥാനമേറ്റതിന് തൊട്ടു പിന്നാലെ. അതേസമയം തമിഴ്നാട്ടിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കേന്ദ്രം ഇടപെടില്ലെന്ന് വെങ്കയ്യ നായിഡു. പനീർശെൽവത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റണമോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയെന്നും കേന്ദ്രമന്ത്രി. നീളുന്ന ദുരിതയാത്ര. പതിവ് തെറ്റാതെ KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമ്പോഴും കോർപ്പറേഷൻ വരുമാനത്തിൽ റെക്കോർഡ് വർധന. പ്രതിദിന വരുമാനം 6 കോടിയിലെത്തിയെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. ഇന്ധന നികുതിയിൽ 4% കുറച്ചാൽ വരുമാനം കൂട്ടാമെന്നും വിശദീകരണം. അതേസമയം DA കുടിശ്ശികയുടെ പേരിൽ ബുധനാഴ്ച പണിമുടക്കിനിറങ്ങുന്ന തൊഴിലാളികൾക്കെതിരെ നടപടിയുണ്ടാകും. KSRTCയെ തകർക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ജീവനക്കാർ പിന്മാറണമെന്ന് സർക്കാർ. പ്രശ്നം ഒത്തുതീർപ്പിലെത്തിക്കാൻ സംഘടനകളുമായി നാളെ സർക്കാർ ചർച്ചയ്ക്ക്. പണിമുടക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കി കഴിഞ്ഞ മാസത്തെ ശമ്പളം വിതരണം ചെയ്യാൻ മാനേജ്മെന്റ് ആലോചിക്കുന്നതായി വിവരം. ജീവനക്കാരുടെ പിഴവ് മൂലം സർവീസ് മുടങ്ങിയാൽ കുറ്റക്കാരെ ഉടൻ സസ്പെൻഡ് ചെയ്യാനും യൂണിറ്റ് മേധാവികൾക്ക് MDയുടെ നിർദ്ദേശം. മുഖം മാറ്റി സുപ്രീം കോടതി. ലോധ സമിതി നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്ത BCCIയിൽ നിന്ന് അനുരാഗ് ഠാക്കൂർ പുറത്ത്. ജസ്റ്റിസ് RM ലോധയുടെ റിപ്പോർട്ടിനെ തുടർന്ന് BCCI പ്രസിഡന്റ് അനുരാഗ് ഠാക്കൂറിനെയും സെക്രട്ടറി അജയ് ഷിർക്കയെയും പുറത്താക്കി സുപ്രീം കോടതി. ഉത്തരവ് ക്രിക്കറ്റിന്റെ വിജയമെന്ന് RM ലോധ. കേസിൽ തെറ്റായ സത്യവാങ്മൂലം നൽകിയ ഠാക്കൂറിന് കാരണം കാണിക്കൽ നോട്ടീസ്. പുതിയ ഭരണസമിതിയിലേക്ക് അംഗങ്ങളെ ശുപാർശ ചെയ്യാൻ ഗോപാൽ സുബ്രഹ്മണ്യത്തിനും ഫാലിയസ് നരിമാനും നിർദ്ദേശം. അതേസമയം ഉത്തരവിനെ മാനിക്കുന്നുവെന്ന് അനുരാഗ് ഠാക്കൂർ. തന്റേത് BCCIയുടെ സ്വയം ഭരണത്തിന് വേണ്ടിയുള്ള പോരാട്ടമെന്നും പ്രതികരണം. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ സമ്പൂർണ്ണ അഴിച്ചുപണി. പ്രസിഡന്റ് TC മാത്യുവും അനന്തനാരായണനും സ്ഥാനമൊഴിഞ്ഞു. പുതിയ അധ്യക്ഷനായി B വിനോദും സെക്രട്ടറിയായി JS ജോർജും. മാറ്റം ലോധ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവൻ 21,160 രൂപ, വെള്ളി ഗ്രാമിന് 44 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.